തലയിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാള അക്ഷരം ഏതാണ്? ഉത്തരം റ. ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന കേരളത്തിലെ മനോഹരമായ സ്ഥലം ഏതാണ്? ഉത്തരം ലക്കിടി. തെറ്റായ ഒരു പ്രവൃത്തി, ഒരു ചിഹ്നം ചേർന്നാൽ നല്ല പ്രവൃത്തി, എന്തായിരിക്കും അത്? ഉത്തരം കക്കുക. ഒരു ചിഹ്നം ചേർത്താൽ കാക്കുക. തലമുടി മീശയേക്കാൾ മുന്നേ നരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം തലമുടിക്ക് മീശയേക്കാൾ പ്രായം കൂടുതലായതുകൊണ്ട്. ഒരാൾ മരുഭൂമിയിലൂടെ വണ്ടി ഓടിച്ചു പോയപ്പോൾ വഴിയിൽ ബേക്കറി കണ്ടു. ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഒന്നും തന്നെ വാങ്ങിയില്ല. കുറച്ചുകൂടി പോയപ്പോൾ വണ്ടി കേടായി. അപ്പോൾ അയാൾ തിരിച്ചു വന്നു സാധനം വാങ്ങി കഴിച്ചു. അതെങ്ങനെ? ഉത്തരം വണ്ടി കേടായപ്പോൾ അയാൾക്ക് പണി കിട്ടി. ആ പൈസ കൊണ്ട് അയാൾ സാധനം വാങ്ങി. അറസ്റ്റിലായ കുട്ടപ്പൻ ജയിലിൽ ചാടി രക്ഷപ്പെട്ടു. എന്നിട്ടും പോലീസ് കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. അതെങ്ങനെ സംഭവിച്ചു? ഉത്തരം സെല്ലിൽ കിടന്ന രാജപ്പനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. ഇതെല്ലാ വീട്ടിലുമുള്ള ഒരു സാധനമാണ്. വരുമ്പോൾ എൻ്റെ നിറം ചുവപ്പും പോകുമ്പോൾ ഞാൻ കറുപ്പുമാണ്. എങ്കിൽ ആരായിരിക്കും ഞാൻ? ഉത്തരം മൺചട്ടി. കൂടി ചേർന്നാൽ കരഞ്ഞു ബഹളം വയ്ക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഐയും ഓയും. അയ്യോ. അയലത്തെ വീട്ടിലുണ്ട്, മുന്നിലെ വീട്ടിലുണ്ട്, പിന്നിലെ വീട്ടിലുണ്ട്, എന്നാൽ സ്വന്തം വീട്ടിലില്ല, എന്തായിരിക്കും? ഉത്തരം അയൽക്കാർ. സ്ത്രീകൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഭരണം ഏതാണ്? ഉത്തരം ആഭരണം. രാവിലെ നീളം കൂടുതലായിരിക്കും, എന്നാൽ ഉച്ചയ്ക്ക് നീളം കുറയും, എന്തായിരിക്കും അത്? ഉത്തരം നിഴൽ. ഒരു വിലയുമില്ലാത്ത ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഉത്തരം ഓ. 4 പേർ ഒരു ഹോട്ടലിൽ കയറി ദോശ ഓർഡർ ചെയ്തു. എല്ലാവർക്കും കിട്ടിയില്ല, എന്തുകൊണ്ടായിരിക്കും? ഉത്തരം എല്ലാം ആരും ഓർഡർ ചെയ്യാത്തത് കൊണ്ട്. ഒരു മരത്തിൽ 10 കിളികൾ ഇരിക്കുന്നു. ഒരു വേട്ടക്കാരൻ വെടിവെച്ചു. 9 കിളികൾ മുകളിലൂടെ പറന്നുപോയി. എന്നാൽ ഒരു പക്ഷി മാത്രം അവിടെ തന്നെ ഇരുന്നു, എന്തുകൊണ്ടായിരിക്കും? ഉത്തരം ആ ഒരു കിളി ബസ്സിലെ കിളിയായിരുന്നു. വെള്ളത്തിൽ പിറന്നു വായുവിൽ വളർന്നവൻ ആരാണ്? ഉത്തരം കൊതുക്. ജാതി മതം നോക്കാതെ ആളുകൾ തല കുനിക്കുന്നത് ആരുടെ മുന്നിലാണ്? ഉത്തരം ബാർബർ. ഒരാൾക്ക് 4 ആൺമക്കളുണ്ട്. 4 ആൺമക്കൾക്കും ഓരോ സഹോദരിയും ഉണ്ട്. എന്നാൽ അയാൾക്ക് എത്ര മക്കൾ? ഉത്തരം 5 മക്കളാണുള്ളത്. ഒരു സഹോദരിയാണ് എല്ലാവർക്കും ഉള്ളത്. എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒന്നാണ്. ആകെ 3 അക്ഷരമുണ്ട്. അതുപോലെ തന്നെ ഞാൻ 1നെ 2 ആക്കും.
എന്തായിരിക്കും? ഉത്തരം കത്രിക. തവളയുടെ മുൻപിലും കഴുതയുടെ പിന്നിലുമുള്ളത് എന്താണ്? ഉത്തരം ത എന്ന അക്ഷരം. മഴ പെയ്യുമ്പോൾ തുള്ളികൾ താഴേക്ക് വരുന്നു, എന്നാൽ മുകളിലേക്ക് ഉയരുന്നത് എന്തായിരിക്കും? ഉത്തരം കുട. ഒരിക്കലും ആരിൽ നിന്നും വാങ്ങാൻ കഴിയില്ലെങ്കിലും നമ്മൾ പാഴാക്കി കളയുന്ന സാധനം എന്താണ്? ഉത്തരം സമയം. ഡോക്ടർ പറഞ്ഞാൽ സന്തോഷം, എന്നാൽ റേഷൻ കടക്കാരൻ പറഞ്ഞാൽ സങ്കടം, എന്തായിരിക്കും അത്? ഉത്തരം ഷുഗർ ഇല്ല. തയ്യൽക്കാരന് ഇഷ്ടപ്പെട്ട ചടങ്ങ് ഏതാണ്? ഉത്തരം നൂലുകെട്ട്. ഇനി നിങ്ങളോടൊരു ചോദ്യം. ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ചോദ്യം ഇതാണ്: തെറ്റിനെ കാണിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? തെറ്റിനെ കാണിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക.